ഇന്ന് CBSE 10ന്റെയും 12ന്റെയും റിസൾട്ട് വന്നു. യഥാക്രമം 93.66% 12ൽ 88.39% വിജയം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. ഇനി വിദ്യാർത്ഥികളോടും അവരുടെ രക്ഷിതാക്കളോടും പറയുന്നത്, മികച്ച മാർക്ക് വാങ്ങി വിജയിച്ചവരോടും ഇനി മാർക്ക് കുറഞ്ഞവരോടും ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. നമ്മുടെ കുട്ടികളുടെ സ്കില്ല്, അഭിരുചി, കഴിവ് ഇതൊക്കെ കേവലം 10th 12th റിസൾട്ടുകൾ വെച്ചുകൊണ്ട് മാത്രം അളക്കരുത്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ എടുത്ത പരിശ്രമത്തിൻ്റെ ഫലം മാത്രമാണ് 10ലെയും 12ലെയും റിസൾട്ടുകൾ. അല്ലാതെ അവരുടെ കഴിവുകൾ മൊത്തമായി അളക്കാനുള്ള മാനദണ്ഡമൊന്നുമല്ല. ഈ പരിശ്രമങ്ങൾ തുടർന്ന് കൊണ്ടുപോകുന്നതിൽ മാത്രമേ നമുക്ക് ഭാവിയിലും ഇത്തരം വിജയങ്ങൾ നമുക്ക് കൈവരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള പാഠം ആദ്യമായിട്ട് ഉൾക്കൊള്ളുക. വർഷങ്ങൾക്ക് മുമ്പ് ഫുൾ A+ വാങ്ങിയവരും ഉന്നത വിജയം നേടിയവരും എവിടെ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. ചിലർ ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ടാവും, മറ്റു ചിലർ എവിടെയും എത്തിയിട്ടുണ്ടാവില്ല. ഒന്നേ ഉള്ളൂ, അവരുടെ പരിശ്രമങ്ങൾ തുടർന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഒരു കാര്യം. വിദ്യാർത്ഥികളിൽ നല്ലൊരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഏത് സ്ട്രീം പഠിക്കണം, ഏത് കോഴ്സ് എടുക്കണം, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തിരഞ്ഞെടുക്കണം എന്നിങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യം, എവിടെ എത്തിപ്പെടണം ഭാവിയിൽ എന്നുള്ളതിൻ്റെ ലക്ഷ്യം കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ആ ലക്ഷ്യത്തിൽ എത്താനുള്ള പ്ലാനും കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യം. പ്ലാൻ ഇല്ലാതെ മുന്നോട്ട് പോയാൽ നമ്മൾ ലക്ഷീകരിക്കുന്ന സ്ഥാനത്തെത്തിപ്പെടാൻ പ്രയാസകരമായി. നല്ല ബ്രില്യൻ്റായിട്ട് നല്ല ഐക്യമുള്ള വിദ്യാർത്ഥികൾ പരീക്ഷയിൽ നല്ല റിസൾട്ട് മാറി ഒരു പ്ലാനും ഒരു ലക്ഷ്യവും ഇല്ലെങ്കിൽ അവരൊക്കെയാണ് എവിടെയും എത്താതെ പോയിട്ടുള്ളത്. അതുകൊണ്ട് പരീക്ഷാ റിസൾട്ടിൽ മാത്രം അഭിരമിക്കാതെ നമ്മുടെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഗൈഡൻസും കൃത്യമായിട്ട് ലക്ഷ്യവും പ്ലാനും ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നിങ്ങൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് പറയാൻ കാരണം. 12th കഴിഞ്ഞ് 10th കഴിഞ്ഞ് കൗൺസിലിങ്ങിനായിട്ട് വരുന്ന വിദ്യാർത്ഥികളോട് അവരുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചോദിച്ചാൽ വലിയ മറുപടിയൊന്നും ഉണ്ടാവാറില്ല. ഒഴുക്കിനനുസരിച്ച് നീന്തുകയാണ്. ഒഴുക്കിനനുസരിച്ച് നീന്തിയാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നാം പുറന്തള്ളപ്പെടുമെന്നുള്ള ചിന്ത നമുക്കുണ്ടാവട്ടെ എന്നതിനാണ് ഓർമ്മപ്പെടുത്തുന്നത്.